തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് 48 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ വൈകിട്ട് പ്രഖ്യാപിക്കും. KS ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയാകും. 48 സീറ്റുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 48 സീറ്റുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ്. അതിന്റെ ലിസ്റ്റ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് KPCC ആസ്ഥാനത്ത് വെച്ചോ അല്ലെങ്കിൽ DCC വെച്ചോ K മുരളീധരൻ, ഈ തിരുവനന്തപുരം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനാണ്, അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് K മുരളീധരനാണ്. K മുരളീധരൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന 48 വാർഡുകൾ, കോർപ്പറേഷൻ 48 വാർഡുകൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നിയമസഭാ സാമാജികനായിരുന്ന MLA ആയിരുന്ന ശബരിനാഥൻ ഇപ്പോൾ ഇതാ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നു. അദ്ദേഹം താമസിക്കുന്നത്, നേരത്തെ രാവിലെ തന്നെ ആ വാർത്ത വന്നിരുന്നു, ശാസ്തമംഗലത്താണ് താമസിക്കുന്നതെങ്കിൽ അത് വനിതാ സംവരണ വാർഡായതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കവടിയാറിലേക്ക് ശബരിനാഥൻ എത്തും. ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ സ്ഥിരീകരണം, അതായത് ഇന്ന് വൈകിട്ട് 4 മണിക്ക് 48 സ്ഥാനാർത്ഥികൾ തീരുമാനിക്കും. ആകെ 101 വാർഡുകളുണ്ട്. ഇതിൽ ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗ്, RSP, ഒപ്പം തന്നെ കേരള കോൺഗ്രസ്, ജേക്കബ് അടക്കമുള്ള പാർട്ടികൾക്ക് കൂടി സീറ്റിൽ നൽകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 51 വാർഡുകളിലും വനിതാ സംവരണമാണ്. അതിൽ 4 വാർഡ് പട്ടികജാതി സംവരണമാണ്. ജനറൽ കാറ്റഗറിയിൽ 4 സീറ്റ് പട്ടികജാതിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുമ്പോൾ AICCയുടെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. പ്രമുഖ വ്യക്തിത്വങ്ങളെ, ചെറുപ്പക്കാരെ, യുവത്വങ്ങളെ ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് ആയിരിക്കണം. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. കാരണം ഇവിടെ 3-ാം സ്ഥാനത്ത്